ഏറ്റവും പ്രിയപ്പെട്ട പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികൾ, മറ്റ് മാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ ഇരിക്കുന്ന പല മുഖങ്ങളും എല്ലാ ദിവസവും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ടതുകൊണ്ട് ഈ 2 ദിവസം കാണാതായപ്പോൾ ഒരു സങ്കടം. അപ്പോൾ എന്തായാലും ഒരു നന്ദി ഞാൻ ആദ്യം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ അറിയിക്കട്ടെ. ആദ്യം സാധാരണ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ നിലയ്ക്ക് മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വെട്ടിലാവാറുണ്ട്. അങ്ങനെ എന്നെ വെട്ടിലാവുന്ന പോലെ ഒരു ചോദ്യങ്ങളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു സഹകരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ട് വലിയ സന്തോഷവും നിങ്ങളോട് നന്ദിയും ഉണ്ട്. ചേലക്കരയിൽ ഇപ്പോൾ ജനം തിരഞ്ഞെടുത്തത് 1.5 കൊല്ലമാണ് നമ്മുടെ മുമ്പിൽ, എൻ്റെ മുമ്പിൽ ഉള്ളത്. ഒരുപക്ഷെ 2016 MLA ആയപ്പോൾ അല്ലെങ്കിൽ ജനം തിരഞ്ഞെടുത്തപ്പോൾ ആ സമയം ഒരു ഗോൾഡൻ ഡേയ്സ് ആയിരുന്നു. കാരണം അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ 1ാം ഗവൺമെൻറ് സമയം നല്ല പോലെ എല്ലാ മണ്ഡലങ്ങൾക്കും ഈ കിഫ്ബി എന്ന ഒരു പദ്ധതി ഉപയോഗിച്ച് ധാരാളം പ്രൊജക്റ്റുകൾ ഓരോ മണ്ഡലങ്ങൾക്കും കൊണ്ടുവരാൻ സാധിച്ച കൂട്ടത്തിൽ ചേലക്കരയ്ക്കും കൊണ്ടുവരാൻ സാധിച്ചു. അന്ന് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് അന്നുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് വന്ന ചില തടസ്സങ്ങളെല്ലാം തുടർച്ചയായിട്ട് ആ പ്രൊജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിച്ചില്ല എന്ന് സത്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്നാൽ ഈ 1.5 കൊല്ലം എന്നെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. ശ്രീ കെ രാധാകൃഷ്ണൻ സാർ, അദ്ദേഹം 2021 ശേഷം തിരഞ്ഞെടുക്ക ശേഷം ധാരാളം പ്രൊജക്റ്റ് അവിടെയും തുടങ്ങി വച്ചിട്ടുണ്ട്. അതെല്ലാം മുഴുമിക്കാവുന്നത് തന്നെയാണ്. ഒപ്പം അതിനിടയ്ക്ക് ഇനി ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും. ഇതിനെ രണ്ടിൻ്റെയും ഒരു തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ആ സമയം കുറയാണ്. അപ്പോൾ വളരെ ചെറിയ സമയം വെച്ചിട്ട് വേണം ഈ സമയത്തിനുള്ളിൽ തുടർ പദ്ധതികളെല്ലാം കൊണ്ടുപോകാനും ഒപ്പം പുതിയത് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ കഴിയുള്ളൂ. ഏതാണ് ഈ സമയത്തിനുള്ളിൽ വെച്ച് വേണം ഈ പ്രവർത്തനം എനിക്ക് ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു സഹായവും എനിക്ക് വേണ്ടതുണ്ട്. അതിൽ എന്നെക്കുറിച്ച് വലുതാക്കി പൊക്കി എഴുതണം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഉള്ള സത്യം സത്യസന്ധമായി ഒന്ന് നാടിനെ അറിയിക്കാനും ഒപ്പം നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെല്ലാം ഒന്ന് നാടിനെ നടത്തുന്ന ഇടപെടൽ അറിയിക്കാനും നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 5 കൊല്ലം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഇവിടെ മുൻനിരയിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ അന്ന് ചേലക്കരയ്ക്കകത്ത് അങ്ങനെ വലിയ ശ്രദ്ധ ഉണ്ടായിട്ടില്ലെങ്കിലും പ്രാദേശിക മാധ്യമ സുഹൃത്തുക്കൾ നല്ല പോലെ അന്ന് സഹായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് നടത്തിയ ആ സത്യസന്ധമായ പ്രവർത്തനം മാധ്യമങ്ങൾ ആ നാടിനെ അറിയിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് ആ നാട്ടിലുള്ള ഓരോ ആളുകളും വോട്ടഭ്യർത്ഥനയുമായി പോകുമ്പോൾ അന്ന് ഈ കാര്യം ചെയ്തത് ഞങ്ങൾക്ക് ഓർക്കണുണ്ട്. സ്കൂളിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ നടത്തിയ ഇടപെടൽ, ഗവൺമെൻറ് തന്ന സ്കീമിന് പുറമെ തനതായി ചില ഇടപെടൽ, അഡ്മിഷൻ കുറയാതിരിക്കാനും നല്ല മാർക്ക് അല്ലെങ്കിൽ കുട്ടികൾ നല്ല ബെസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികൾക്കും ആ സ്കൂളിനും പ്രത്യേകമായി പ്രോത്സാഹനം കൊടുത്തതും എല്ലാമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും എത്രയോ രക്ഷിതാക്കൾക്ക് അത് ഓർമ്മയാണ് ഈ വോട്ടഭ്യർത്ഥനയായി പോയപ്പോൾ. അതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ഇനി നിങ്ങൾ വരണം, വിദ്യാഭ്യാസ മേഖലയിൽ ഇനി നല്ല പോലെ ശ്രദ്ധിക്കണം, ഇവിടെ ഗ്രാമീണ മേഖലയാണ്, ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നെല്ലാം പറയുകയും അതെല്ലാം ഓർമ്മപ്പെടുത്തുകയും നിങ്ങൾ ജയിച്ചു വരേണ്ട അത്യാവശ്യമാണെന്നെല്ലാം ഒരു ഘട്ടമുണ്ടായത് പ്രിയപ്പെട്ട മാധ്യമങ്ങളുടെ നല്ല ഒരു വിവരം കൈമാറി ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് ഉണ്ടായിട്ടുള്ളത്. അതും മറക്കാൻ കഴിയില്ല. ഏതായാലും തുടർച്ചയായിട്ട് അത്തരം കാര്യങ്ങളും ഉണ്ടാവണം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇനി മറ്റെന്തെങ്കിലും നിങ്ങൾക്കും എന്തെങ്കിലും പറയാനുണ്ടാവും. എന്നെ കുഴപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള മറുപടി ഞാൻ പറഞ്ഞ്
നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എഡ്യൂക്കേഷൻ തന്നെയാണ്, ഒരു സംശയം. ഇപ്പം നമുക്കങ്ങനെ ആലോചിച്ച് വെച്ചിട്ടില്ല. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ ഒരു കാലഘട്ടമാണ് നമുക്കുള്ളത്. ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും, അത് തുടർച്ചയായിട്ട് നമുക്ക് ഇനിയും അത് ദേശമംഗലത്ത് ഈ ചേലക്കരയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പദ്ധതികൾ വേണം. ധാരാളം ചെറുപ്പക്കാർ ഞാനുമായി അല്ലെങ്കിൽ പങ്കുവെക്കേണ്ടായി വിവിധ ഘട്ടങ്ങളിൽ. MLA ആയപ്പോഴും അത് കഴിയാനും അതിന് ഒരു 2021 മറ്റു ചുമതലയുമായി ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്തും ചില ചെറുപ്പക്കാർ എന്നോട് വന്ന് പങ്കുവെക്കേണ്ടായി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പോൾ പറയാത്തത് ആ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി കൂടിയാലോചിച്ചാലാണ് അതെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. ഇതിൻ്റെ ഒരു സൂചന എന്ന നിലയ്ക്ക് ഇപ്പോൾ വേണമെങ്കിൽ പറയാം, അവർക്ക് ഈ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലയിൽ പോകുന്നുണ്ട്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കോച്ചിങ്ങിൻ്റെ കാര്യത്തിലെല്ലാം അവർ വിവിധ സ്ഥലങ്ങൾ തേടി പോകാറുണ്ട്. ചേലക്കര പ്രദേശത്തേക്ക് അങ്ങനെ നമുക്ക് കോച്ചിങ് സൗകര്യമെല്ലാം ഉണ്ടാക്കി തരാൻ കഴിയുമോ എന്നെല്ലാം ചോദിച്ച് പലരും വന്നിരുന്നു. തികച്ചും ന്യായമായ ഒരു കാര്യമാണ്. ചിലർ രക്ഷിതാക്കളെ വിട്ട് ദൂരെ പോയി പഠിക്കാൻ തയ്യാറാവാത്ത ഭാഗമായി അവരുടെ ലക്ഷ്യം നടക്കാതെ പോകുന്നുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ നടത്തി കൊടുക്കാൻ കഴിയുമോ എന്ന രീതിയിൽ ആലോചന ഞാനും സത്യത്തിൽ നടത്തിയിരുന്നു. എന്നാലും ഈ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളുമായി സംസാരിച്ചാൽ മാത്രമേ എനിക്കത് വ്യക്തമായി പറയാൻ കഴിയുള്ളൂ. എന്നാലും ഒരു കാഴ്ചപ്പാട് വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിൽ ഇനിയും കൂടുതൽ കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ട്. മറ്റു രണ്ടിടങ്ങളിലും പാലക്കാടും വയനാടും BJPക്ക് വലിയ സെറ്റ്ബാക്ക് ഉണ്ടാകുമ്പോഴും 10,000 വോട്ട് ചേലക്കരയിൽ പിടിക്കാനായത് വലിയ കരുത്തായിട്ടാണ് BJP കാണുന്നത്. അതിന്റെ കാരണങ്ങളെ പറ്റി പരിശോധിക്കുമോ? എന്താണ് അതിന്റെ കാരണമെന്ന് സ്ഥാനാർത്ഥിക്ക് വരാറുള്ളത്? ഇപ്പോൾ അത് കുറിച്ച് നമുക്കത് പക്ഷെ അവർക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. വോട്ട് കൂടിയത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഒരു ഡിസ്കഷനൊക്കെ ഞങ്ങൾ നടത്തിയത് BJPക്ക് അങ്ങനെ കൂടുന്നത് ഒരു ഗൗരവമായിട്ട് നമ്മൾ കാണണം. ഭാവിയിൽ എങ്ങനെയാണ് അത് കൂടാൻ കാരണം, എന്താണ് അതിൻ്റെ കാരണം, എന്ത് കുറവാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു ഭാഗത്ത് ചാഞ്ഞ് നിൽക്കുന്ന ആളുകൾ അവിടുന്ന് മാറി മറ്റൊരു കേന്ദ്രത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുമ്പോൾ ഇവിടെ എന്ത് മൈനസ് ഉണ്ടായി എന്ന് പരിശോധിക്കുന്ന നിർബന്ധമാണ്. അത് തീർച്ചയായിട്ടും പരിശോധിച്ച് വീണ്ടും താഴെ ഇറങ്ങി അത്തരം കാര്യങ്ങൾ ഇവിടുന്ന് ഇടതുപക്ഷത്തിനോട് ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള ആലോചന, ഒരു പ്രാഥമികമായ ഒരു ആലോചന ഞങ്ങൾ നടത്തുകയുണ്ടായി. ഏതായാലും ഭാവിയിൽ അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വല്ല കുറവുകൾ ഉണ്ടായിട്ടെങ്കിൽ ആ കുറവ് തിരുത്തി വീണ്ടും താഴെ ഇറങ്ങണം എന്ന് തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. പലതും ഉണ്ടായിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പാണ്. ശരിക്കും സത്യത്തിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനാധിപത്യ രീതിയിൽ എല്ലാവരും ജനത്തെ വോട്ടർമാരെ കാണണം എന്ന് തന്നെയാണ് എനിക്കുള്ള ഒരു അഭ്യർത്ഥന. പക്ഷെ അതല്ലാതെ ചില പ്രയോഗങ്ങൾ പലരും നടത്തി. ഇപ്പോൾ ചില നോട്ടീസ് കണ്ടു. ആ നോട്ടീസ് യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായി അവർ ആരാണോ UDF ആണോ ആരാണെന്ന് നോക്കണം. എന്തായാലും അവരുടെ ഭാഷയും അത് കൈകാര്യം ചെയ്ത ആളുകളും UDFൻ്റെ പ്രവർത്തകരുടെ കയ്യിൽ നിന്നാണ് അത് കണ്ടത് എന്നുള്ളത്. ഈ വർഗീയപരമായി വരെ ആളുകളെ ഭിന്നിപ്പിച്ച് ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വരെ അവിടെ നടന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ വേദനയും സങ്കടവും ഉണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു നാടിനെ ചിന്തിപ്പിക്കാൻ പാടില്ല. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം. ആ സംസ്ഥാനങ്ങളെല്ലാം ആ രീതിയിൽ പലരും അങ്ങനെ ഒരു പ്രയോഗം നടത്തി അധികാരം പിടിച്ചെടുക്കുന്ന രീതിയും നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും കേരളമല്ലാതെ, കേരളം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് അത്തരം രീതിയിൽ ചിന്തിച്ച് വോട്ട് അഭ്യർത്ഥിക്കാൻ പാടില്ല. ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടെല്ലാം മുമ്പോട്ട് വെച്ച് ഈ നാട്ടിൽ വോട്ട് അഭ്യർത്ഥിക്കാം. പക്ഷെ അതല്ലാതെയാണ് അവിടെ നടന്നത്. സാമ്പത്തികമായി ചിലരെ സ്വാധീനിക്കുന്ന കാഴ്ചയും കണ്ടു. അതിൻ്റെ തെളിവും കാര്യങ്ങളെല്ലാം ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചില നാട്ടുമ്പുറത്തെ പാവപ്പെട്ട ആളുകൾ എന്നെ വന്ന് കണ്ടിരുന്നു, എനിക്ക് ഇത്ര തരാമെന്ന് പറഞ്ഞു, ഞാൻ അതിന് വഴങ്ങിയില്ലെങ്കിലും അപ്പുറത്ത് വീട്ടുകാർ അത് വഴങ്ങി കൊടുത്തിട്ടുണ്ട് എന്ന് വരെ രഹസ്യമായി വന്ന് പറയുന്ന കാഴ്ചയും അല്ലെ ഒരു വിവരം കേട്ടു. എങ്ങനെ ഉദ്ദേശിച്ച്? അതായത് ഈ പറഞ്ഞ ആളുകൾ അത് രഹസ്യമായിട്ട് ഇപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ വിവരം ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞു. ഞാൻ എൻ്റെ തെളിവുകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാം. അത് തെറ്റായി, അതാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അത് കേട്ടത്. അവരോട് ഗ്രാമീണ മേഖലയിലെ ആളുകളായതുകൊണ്ട് അവർ ഈ ഗ്രാമീണ മേഖലയിൽ ഈ ആളുകൾ പരസ്പരം എല്ലാവരും കാണുന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് ഈ വിവരം അങ്ങനെ ഉള്ള എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞു. പക്ഷെ അപ്പുറത്തെ വീട്ടുകാരെ അത് വാങ്ങിച്ചിരു എന്ന് പറയുമ്പോൾ അപ്പുറത്തെ വീട്ടുകാരെ കുറിച്ച് എന്നോട് രഹസ്യമായിട്ടാണ് അത് പറയുന്നത്.
എന്തായാലും അത് പേടിക്കേണ്ട എന്നർത്ഥത്തിൽ ധൈര്യം കൊടുത്ത് പറഞ്ഞു. പക്ഷേ അതിൻ്റെ വിവരങ്ങൾ ആരാണ് വന്നത് എന്താണ്, എത്രയാണ് അവർക്ക് ഓഫർ ചെയ്ത്, നിങ്ങളോട് എന്താ പറഞ്ഞു എന്നെല്ലാം വരെ ചോദിച്ചതിൻ്റെ വിശദ വിവരങ്ങൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബന്ധപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഒന്ന് മറയ്ക്കാൻ സാമ്പത്തികമായി അവരെ സ്വാധീനിക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് അവരെ കണ്ടതും അവരെ പോയി സംസാരിച്ചതുമെല്ലാം. അത്തരം പ്രയോഗങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ആരാണ് എന്താണെന്നെല്ലാം തെളിവ് സഹിതം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്നെപ്പോലെ ഒരാൾക്ക് പറയാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തെളിവ് സഹിതം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. സൂചന തന്നിരുന്നു. ആ സൂചന പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്ന് പറയരുതേ എന്ന് പറഞ്ഞിട്ട് അഭ്യർത്ഥിച്ചാണ് ഈ പ്രായമുള്ള അമ്മ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാനത് പറയാൻ ഉദ്ദേശിച്ചത് അവർ പറഞ്ഞ അഭ്യർത്ഥന കൊണ്ടാണ്. എന്തായാലും അത് വളരെ കൃത്യമായി എടുക്കാനുള്ള ഒരു നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അല്ല, ഞാൻ പറഞ്ഞല്ലോ ആരാണെന്ന് പറയാൻ ഒരേ ചോദ്യത്തിനെ തിരിച്ച് വളച്ചും ചോദിച്ചാൽ എൻ്റെ വായിന്ന് വരുമോ വെച്ചിട്ടാണോ ചോദിക്കുന്നത് വെച്ചതല്ല. ഞാൻ എൻ്റെ മറുപടി വളരെ കറക്റ്റാണ്. അവരെന്നോട് നടത്തിയ അഭ്യർത്ഥന കൊണ്ടാണ് ഇപ്പം ഞാൻ പറയുന്നത്. പക്ഷെ സൂചന എന്തെങ്കിലും നടന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ സൂചന നടന്നുണ്ട്, ഇന്നതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ആരാണ് എന്താണെന്നല്ല ഞാൻ പിന്നീട് അത് തെളിവ് സഹിതം പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പറയാത്തത്. ഞാൻ പറഞ്ഞോടത്തേക്കല്ലേ നിങ്ങൾ ഇപ്പോഴും വരുന്നത്. പട്ടികജാതിക്ക് മന്ത്രിയില്ലാത്ത ഒരു മന്ത്രിസഭയാണ് ഇതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ പട്ടികയുടെ വിവാദത്തിൽ മന്ത്രി ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതൊരു പട്ടികജാതിക്കാരുടെ മക്കളുടെ അവഗണനയാണോ സർക്കാരിന്? അതിനെക്കുറിച്ച് പറയുന്നത് ഇന്നലെ മുതലുള്ള പുതിയ ചർച്ചയാണ് ഇപ്പം അത്. ഇത് അങ്ങനെ നമുക്കിത് കണ്ടുപോകണം. സത്യത്തിൽ ഓരോ വിഭാഗം ആളുകൾ നോക്കി ആ വിഭാഗത്തിൽ ഇവിടെ ആ വിഭാഗത്തിൽ വരുന്ന ആളുകൾ പട്ടികജാതികളും പട്ടികവർഗക്കാരെയായാലും സഹായിക്കാൻ ആ മേഖലയെക്കുറിച്ച് നന്നായി പഠിച്ച് അതിന് ഇടപെടുക എന്ന് തന്നെയാണ് അതിൻ്റെ ഇത്. അതിലിപ്പോൾ പട്ടികജാതി പെടുന്ന മന്ത്രി ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്ന മന്ത്രിയുണ്ട്. ഏതായാലും ഇവർ നല്ലപോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് ഒരു പട്ടികജാതി മന്ത്രി തന്നെ വേണം എന്നൊരു പുതിയ വിവാദത്തിന് ഒരു അർത്ഥമുണ്ടോ? അതിൽ ആ മേഖലയിൽ ഈ രണ്ട് മേഖലയിലും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കുക, കൈപിടിച്ച് ഉയർത്തുക എന്നത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അതനുസരിച്ച് നല്ലപോലെ ഇപ്പോൾ നടക്കേണ്ടതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കുറവുകളുണ്ടെങ്കിൽ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഗവൺമെൻറ് വീണ്ടും അത് കാര്യത്തിൽ ശ്രദ്ധിക്കും. പ്രസവത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഓപ്പറേഷൻസ് ഒക്കെ വരുമ്പോൾ അത്തരത്തില് ഈ ഒരു ഹെൽത്ത് കെയർ എന്നുള്ള സെക്ടറിലെ ഏത് തരത്തിലുള്ള ഒരു ഇന്റർവെൻഷനാണ് ഉദ്ദേശിക്കുന്നത്? ഇല്ല മാഡം, അതിൽ നമ്മളിപ്പോൾ ചേലക്കരയിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു PHCകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഗ്രേഡിങ് ഇപ്പോൾ വർദ്ധിപ്പിക്കുക അടുത്ത കാലത്ത് നമുക്ക് വർദ്ധിക്കാൻ കഴിഞ്ഞു. സാധാരണ ഇപ്പോൾ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലായിട്ട് ഇവിടെ താലൂക്ക് തല ആശുപത്രിയായിട്ട് നമ്മുടെ ചേലക്കര ആശുപത്രിയെ ഉയർത്താൻ കഴിഞ്ഞു. അതിൻ്റെ സൗകര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനൊരു പുതിയ കോംപ്ലക്സിനുള്ള പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നടന്നതോടുകൂടി അവിടെ അത്യാവശ്യം സൗകര്യം കൂടും. നിലവിൽ ഗ്രാമീണ ഈ പഞ്ചായത്തുകളിലുള്ള PHCകളെല്ലാം FHC ആയിട്ട് മാറ്റാൻ നമുക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് സമയം കുറച്ചുകൂടെ കൂടുതൽ കിട്ടാനും സൗകര്യങ്ങൾ കൂടുതൽ കാഷ്വാലിറ്റി എല്ലാം നല്ലപോലെ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് നയം അനുസരിച്ച് ഓരോ പ്രദേശത്തും എല്ലാ സ്ഥലത്തും എല്ലാ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ കഴിയാത്തൊരു സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്. അപ്പോൾ ജില്ലാതല നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഓട്ടുപാറയുള്ള ഹോസ്പിറ്റൽ ചേലക്കരയുടെ തൊട്ടടുത്തുള്ളതാണ്. അത്യാവശ്യം വേണ്ട ചികിത്സകൾ അവിടെ കൊടുത്ത് അതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ചികിത്സ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഓട്ടുപാറയിൽ എത്തിച്ചാൽ ഓട്ടുപാറയിൽ ഇപ്പോൾ അത്യാവശ്യം മികച്ച രീതിയിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചികിത്സ കിട്ടുക അതിന് പുറമെ വരുന്നതാണ് മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നത്. അപ്പോൾ ചേലക്കരയിൽ ഇപ്പോൾ ഉള്ള സൗകര്യം ഒന്നുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ആക്കുകയാണ്. അത് ചേലക്കരയിലെ താലൂക്ക് തല ആശുപത്രിയിൽ ഈ പുതിയ കെട്ടിടം വരുന്നതോടുകൂടി കുറച്ചുകൂടി ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടും. അതിനുള്ള ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയുമോ എന്നുള്ളത് നമ്മളും താല്പര്യമുണ്ട്. അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടുകയാണെങ്കിൽ ഗുണം തന്നെയാണ്. ആ ശ്രമവും ഞങ്ങൾ നടത്തുന്നുണ്ട്. ഒക്കെ ഒരു വികസന സ്തംഭനം നടത്തുന്നുണ്ട്. അപ്പൊ അത്രയും
കാലത്തുണ്ടായ കൃഷി വകുപ്പിന്റെ ഇടപെടലും ഉണ്ടാകുമ്പോൾ പരാതിയുണ്ട്. കൃഷി വകുപ്പിന്റെ ഭാഗത്തുനിന്നും അത് കർഷകർക്ക് ഒരു നീതി ലഭിക്കുന്നത് നാളെ കർഷക സമരം കൂടി നടത്തണം. ആ ഒരു പുസ്തകത്തിന് താങ്കൾ ഈ ഒരു കൃഷിയുടെ ഇത് വെല്ലുവിളിയായിട്ട് എടുക്കാൻ പറ്റും. ഞങ്ങൾ കാർഷിക മേഖലയിൽ യഥാർത്ഥത്തിൽ ചേലക്കര മണ്ഡലം ഒരു കാർഷിക മണ്ഡലം തന്നെയാണ്, മേഖലയുള്ള മണ്ഡലം. അതിനകത്ത് നമ്മൾ അതിൻ്റെ കൃഷിക്കാർക്ക് വേണ്ടി ധാരാളം ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഓരോന്നും എണ്ണി പറയുന്നില്ല. എന്നാൽ അവിടെ കൃഷിക്കാർക്ക് ഇനിയും സൗകര്യങ്ങൾ കൂടുതൽ വേണം. ഞങ്ങളെ സംബന്ധിച്ച് അതിനൊരു പ്ലാനിങ് ഉണ്ട്. കിട്ടുന്ന പണം പരമാവധി ആ മേഖലയിൽ എന്തെല്ലാം മേഖലയിൽ നമുക്ക് അവരുടെ കുറവുകൾ നോക്കി ചെയ്യാൻ കഴിയുന്നു. വന്യമൃഗത്തിന് ഇല്ലാതാക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രമേ നടക്കൂ എന്നാണ് എൻ്റെ ഒരു സംശയം. നിങ്ങൾക്കും നല്ലപോലെ അറിയുന്നതാണത്. അത് പൊതുവേ ഉള്ള ആ നിയമത്തിനകത്ത് ഒരു മാറ്റം വരണം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു നിശ്ചിത വർഷത്തിനുള്ളിൽ കാട്ടുപന്നി ശല്യം വർദ്ധിച്ചു വരണം. കാട്ടുപന്നി കാട്ടിൽ അവിടെ ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് വന്നതാണോ? നിങ്ങൾ ഭാരതപ്പുഴയിൽ ഇറങ്ങിയാൽ ഒരു ആന നിന്നാലും അറിയില്ല. ആ സ്ഥലത്ത് പന്നികൾ ഇങ്ങനെ പെറ്റുപെരുകിക്കൊള്ളുകയാണ്. ഒരു 4 മണിയായാൽ ഇവർ വീണ്ടും ഈ ഇത്തരം കൃഷി സ്ഥലങ്ങൾക്ക് ഇവിടേക്കെല്ലാം ഇറങ്ങാൻ തുടങ്ങി. ഭാരതപ്പുഴ 3 ഭാഗം ഭാരതപ്പുഴയാണ്. ഇവിടുന്നെല്ലാം ഇവരുടെ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ വരാൻ തുടങ്ങി. ധാരാളം ഒരു വർഷം കഴിയുമ്പോൾ കൂടുതൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കർഷകർക്ക് വലിയ ശല്യം തന്നെയാണ്. ഇത് കർഷകർക്ക് ആർക്കും ഇത് ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. ഒന്നും ചെയ്യണം എന്നല്ല അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അവരെ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ചെയ്യാൻ കഴിയുന്നില്ല. ഇത് പൊതുവായി ഒരു നിയമം വന്നാൽ മാത്രമാണല്ലോ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. വന്യമൃഗത്തിനെ സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ കൂടെ സഹായം ഉണ്ടെങ്കിൽ നമുക്കതിന് ഒരു തീരുമാനം നിയമത്തിൻ്റെ ഭാഗമായി അതിന് എന്തെങ്കിലും ഒരു കൃഷിക്കാർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ചേലക്കരയിൽ കാർഷിക മേഖലയിൽ വെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ, അത് എന്തെങ്കിലും തടസ്സം വന്നാൽ ആ തടസ്സം അപ്പോൾ ജനപ്രതിനിധികളായി ഞങ്ങൾ ഇപ്പോൾ 2018 ചീരക്കുഴി കനാലാണ്, ഡാമിൽ നിന്നാണ് ആ കനാൽ വഴി 6 പഞ്ചായത്തിലേക്ക്, ചേലക്കര മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട 6 പഞ്ചായത്തിലേക്ക് അന്നത്തെ കാലത്ത് അത് എത്തിച്ചു കൊടുത്തത്. അത് 2018 പ്രളയത്തിൽ അപ്പാടെ തകർന്നു പോയപ്പോൾ 3 മാസം കൊണ്ടുമാണ് അതിൻ്റെ പണി നടത്തി നമുക്ക് കൃഷിക്കാർക്ക് ആ സീസണിൽ തന്നെ വെള്ളം തുറന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അത് ഒരു ഇടപെടൽ തന്നെയാണ്. അങ്ങനെ നമുക്ക് വ്യത്യസ്തമായ പാടശേഖരങ്ങളിൽ വെള്ളം എത്തിക്കാൻ, അവിടെ കനാലിൻ്റെ സഹായം ഇല്ലാത്ത സ്ഥലത്ത് വെള്ളം എത്തിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് കഴിയാവുന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രവർത്തനം നമുക്ക് ചെയ്യുന്നുണ്ട്. ഇനി കർഷകർക്ക് അവരെ പൊതുവായി ബാധിക്കുന്ന വിഷയമാണ്, അത് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടത്. നെല്ലിൻ്റെ കൊടുത്താൽ പണം വേഗത്തിൽ കിട്ടാൻ വേണ്ടിയുള്ള ഇടപെടൽ, അത് പൊതുവെ സാമ്പത്തികത്തിൻ്റെ വിഷമം കൊണ്ടാണത്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഗവൺമെൻറ് ഇനി അതിൻ്റെ തടസ്സം വരാത്ത രീതിയിൽ ചില പ്രവർത്തനങ്ങളെല്ലാം ഏർപ്പാട് നടത്തിയിട്ടുണ്ടെന്നാണ് എന്നോട് തെരഞ്ഞെടുപ്പ് വേറെ നമ്മുടെ കൃഷിമന്ത്രി നമ്മളോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അതിൻ്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൃഷിക്കാർക്ക് പ്രയാസം വരാത്ത രീതിയിലുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതെല്ലാം കൃഷിക്കാരെ സഹായിക്കാനുള്ള മനസ്സുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ഇനിയും വേണ്ട പോലെ വീണ്ടും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ചേലക്കരയ്ക്കകത്ത് കർഷകരെ വിളിച്ച് നമുക്ക് ഇനിയും അവരെ ബാധിക്കുന്ന ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിച്ച് മറ്റെന്ത് വിഷയങ്ങളാണ് അവർക്ക് വരാൻ ബാധിക്കാൻ പോകുന്നത് വെച്ചാൽ അത് ഇവിടെ നമ്മുടെ അന്ന് സഹായിക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ അനൂപ് നേരത്തെ, നമ്മുടെ ഈ മറ്റേ ചേലക്കരയ്ക്കകത്ത് BJPക്ക് മുന്നേറ്റേക്കാൾ ലേശം വോട്ട് കൂടിയിട്ടുണ്ട്. ആ കൂടിയത് ഞങ്ങൾ ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ആ കൂടിയത് ഏത് രീതിയിലാണെന്നുള്ളത് ഇരുന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ തന്നെ അറിയുള്ളൂ. ഒന്ന്, BJPയുടെ സ്ഥാനാർത്ഥി ചേലക്കരക്കാരനാണ്, തിരുവില്ലാമലക്കാരൻ. അദ്ദേഹത്തിന് അവിടുത്തെ ഒരു നാടിൻ്റെ ഒരു പിന്തുണ ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവാം. അത് അദ്ദേഹം നിരന്തരമായി അദ്ദേഹം അവിടുത്തെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട്, ആ പ്രദേശത്തുകാരനായതുകൊണ്ട് ഒരു സിമ്പതിയിൽ കിട്ടിയേക്കാം. ദേശമംഗലത്ത് എനിക്ക് ചിലപ്പോൾ വോട്ട് കുറച്ച് കൂടുതൽ കിട്ടിയത് എല്ലാം ഇടതുപക്ഷത്തിന് 100% വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, അല്ലാതെയും പ്രദീപിനെ സ്നേഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ദേശമംഗലത്തിന് കുറച്ച് വോട്ടിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ശ്രീ ബാലകൃഷ്ണൻ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ തിരുവില്ലാമല ഉണ്ടായിട്ടുണ്ടാവും, അങ്ങനെ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവാം. അത് എക്കാലത്ത് ആ വോട്ട് അങ്ങനെ അതേപോലെ കോൺക്രീറ്റ് ആയിട്ട് വന്നുകൊള്ളുന്നില്ല, മാറിയേക്കാം. പക്ഷെ അത് ഉണ്ട്, പല സ്ഥലങ്ങളിലും അത് കൂടിയിട്ടുണ്ട്. ആ കൂടിയതാണ് നേരത്തെ ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് പറഞ്ഞത്. ഞങ്ങളത് ഗൗരവമായി പരിശോധിച്ച് അത് ഏത് രീതിയിലാണ് അത് മറികടക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ച തിരുത്തിയാണോ ഇനി ഞങ്ങൾ താഴ്ത്തി എത്തേണ്ടത്, എന്താണ്? അതിന് ഇനി എങ്ങനെയാണ് ഇനിയുള്ള നാളുകളിൽ രാഷ്ട്രീയ ആയുധമാക്കാതിരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാവും?
ഇനിയിപ്പോൾ അതിൻ്റെ പുതിയ തീരുമാനം വന്നപ്പോൾ അത് അതിനേക്കാൾ വലിയ ഞെട്ടിക്കുന്നതാണ്. ഇനി നമ്മുടെ തൃശ്ശൂർ പൂരം വരെ വലിയ ആശങ്കയിലാണ് നിൽക്കുന്നത്. എങ്ങനെ അത് ദൂരപരിധി എല്ലാം വെച്ച് ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നത്. എന്തായാലും അതും കൂടെ കണ്ട് എങ്ങനെയാണത് ചെയ്യാൻ കഴിയുക. ഇവിടെ ഉത്സവങ്ങളും പൂരങ്ങളൊന്നും വേണ്ട എന്നൊരു അഭിപ്രായമേ ഇല്ല. അതൊക്കെ നല്ല നിലയ്ക്ക് ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഭംഗി കൂട്ടുന്നതാണ് ഇതെല്ലാം. അപ്പോൾ അത് എന്തായാലും അത് വേണം എന്ന അഭിപ്രായം തന്നെയാണ്. അതിന് തടസ്സം കൂടാതെ എന്ത് ചെയ്യാൻ കഴിയും എന്നർത്ഥത്തിൽ അതിനെ നോക്കി മനസ്സിലാക്കി മുൻകാലങ്ങളിൽ ഇടപെട്ട പോലെയെങ്കിലും കഴിയോ എന്നത് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഈ അടുത്ത ദിവസം വന്ന പുതിയ ഉത്തരവ് അതിനേക്കാൾ വലിയ പ്രയാസമായിട്ടാണത് നോക്കുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി അതും കൂടെ വെച്ചുകൊണ്ട് വേണം എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ കഴിയുക നോക്കാം. പക്ഷേ അന്തിവാണങ്കാവ് പോലും ഒരു കാരണവശാലും ജനങ്ങളുടെ വികാരം എന്ന് പറഞ്ഞത് ആ വെടിക്കെട്ടും അതുപോലെ തന്നെ ആനയും എല്ലാമായി എല്ലാം ഉണ്ടാവണമേ എന്ന് തന്നെയാണ്. അതിന് പരമാവധി സഹകരിക്കുന്ന രീതിയിൽ നമ്മൾ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ജയിച്ച വ്യക്തി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഞാനും ജനങ്ങളുടെ കൂടെ നിന്ന് ഒപ്പം അത് പരിശോധിച്ച് അവരൊപ്പം ബോധ്യപ്പെടുത്താൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. അത് ഞാൻ ഒപ്പം കൂടെ നിന്ന് ചെയ്യും. ഈ തെരഞ്ഞെടുപ്പില് പ്രതിപക്ഷ ഭരണകക്ഷിയുടെ പ്രതിച്ഛായേക്കാൾ കൂടുതലായിട്ട് യുവ പ്രദീപ് എന്ന വ്യക്തിയുടെ സ്വന്തം പ്രതിച്ഛായയാണ് കൂടുതൽ അവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് താങ്കൾക്ക് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെക്കാട്ടും കൂടുതൽ നിഷ്പ്രഭമായിട്ട് ജയിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ താങ്കളുടെ പ്രതിച്ഛായയാണ് അവിടെ മുന്നോട്ട് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ശരിയാണ്? അത് 100% ശരിയൊന്നല്ല. അത് ഞാൻ പറഞ്ഞ എൻ്റെ ഇമേജ് ഞാൻ വ്യക്തിപരമായി ഉണ്ടാക്കിയെടുത്തതല്ലോ. എൻ്റെ ചെറിയൊരു ശീലം ശൈലി ഉണ്ടാവും, പറയുന്നതിൽ മറുപടിയും എൻ്റെ അതൊരു ചെറിയൊരു ഘടകം മാത്രമാണ്. പക്ഷെ ഇവിടെ ഞാൻ വളരെ കൃത്യമായി എനിക്ക് ഏൽപ്പിച്ച ആ പണി ആ ട്രാക്കിൽ തന്നെ ഞാൻ കൊണ്ടുപോകാൻ കഴിഞ്ഞത് എൻ്റെ ഒപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളത് കൊണ്ടാണ്. മറ്റൊരു തെറ്റിലും പോയി ചാടാതെയും വളരെ കൃത്യമായി അത് നടത്താനും സമയബന്ധിതമായി നാടിന് കൊടുക്കാനും വേണ്ടിയുള്ള എല്ലാ പിന്തുണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്കത് സാധിച്ചെടുത്തത്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ തനതായ ശൈലിയും കൂടെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ആളുകൾക്ക് ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടവർ ഈ പ്രസ്ഥാനത്തിലല്ലാതെ അപ്പുറത്തുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടാവും. ചിലപ്പോൾ MLA ആയുള്ള കാലഘട്ടത്തിൽ അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കത് അനുഭവമാണ്. ഒരു കോൺഗ്രസ് നേതാവ് അന്ന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവുമായി അദ്ദേഹത്തിന് ഒരു പ്രയാസം പങ്കുവെച്ചപ്പോൾ അത് നടന്നില്ല, എന്നോട് ഷൗട്ട് ചെയ്തു. പക്ഷെ ആ വിഷമായി നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ അത് സിമ്പിളായിട്ട് നടത്തി തന്നു. ഞാൻ മികച്ചതായിട്ടുള്ളൂ. അന്ന് അത് ഒരു സമയം അങ്ങനെയാവും. ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് നടന്നു കിട്ടി. അത് അദ്ദേഹത്തിന് അതൊരു വലിയ ഒരു സന്തോഷം, അദ്ദേഹത്തിനൊരു ആത്മാർത്ഥതയും അതിനകത്തുണ്ടായി. തെരഞ്ഞെടുപ്പിന് അദ്ദേഹം പറഞ്ഞു, ഞാനും ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളെ കൊണ്ട് ഞാനത് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ചെയ്യിപ്പിക്കും. ഞാനും നിങ്ങളും തമ്മിലുള്ള പേഴ്സണൽ ബന്ധം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ജയിച്ചാൽ ഞാൻ ഇനിയും വന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഈ സഹായം ചെയ്തു തന്നത്. ഇതുപോലെ ചില ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ശതമാനം അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്തവരുണ്ടാവും. കൂടുതലും എൻ്റെ പ്രവൃത്തി നല്ലപോലെ ശ്രദ്ധിച്ച് എൻ്റെ ഒപ്പം നിന്ന് ഒരു രക്ഷിതാവിനെ പോലെ നല്ല നയിച്ചു കൊണ്ടുപോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം തന്നെയാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു നല്ല വിജയം ഉണ്ടായിട്ടുള്ളത്. ചെറിയൊരു ശതമാനം മറ്റു ആളുകളും ചെയ്തിട്ടുണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഇരുന്ന് പരിശോധിക്കാൻ ഇതിന് സമയം കിട്ടിയിട്ടില്ലല്ലോ. എന്തായാലും ഓരോ തെരഞ്ഞെടുപ്പിനെയും ഓരോ രീതിയിലാണ് ജനം നോക്കിക്കാണുന്നത്. 2021 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അതേപോലെ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഓരോ സാഹചര്യം കേരളത്തിൽ നിൽക്കുമ്പോൾ അതെല്ലാം കണക്കാക്കിയാണ് ഓരോ തെരഞ്ഞെടുപ്പിനും അത് കാണുന്നത്. അപ്പോൾ 2024 തെരഞ്ഞെടുപ്പിലാണ് അത് കിട്ടാഞ്ഞത്. 2021 പൊതുവെ കേരളത്തിൽ നല്ലപോലെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആ അന്തരീക്ഷത്തിൽ മുൻകാലങ്ങളിൽ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടപെടൽ ഉള്ളതുകൊണ്ട് നല്ലപോലെ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിനൊപ്പം തന്നെ പൊതുജനങ്ങളും ഒപ്പം കൂടി നല്ല വോട്ട് വർധനവും 2021 ഉണ്ടായി. എന്നാൽ 2024 തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ഗുണം നമുക്ക് ഉണ്ടായിട്ടില്ല. പൊതുവേ കേരളത്തിൽ ഒഴുക്ക് അങ്ങോട്ട് വേറെ ഭാഗത്തേക്കായിരുന്നു. എന്നാൽ അതിൽ പിടിച്ചു നിന്നു. ഞങ്ങളെല്ലാം പ്രവർത്തനം കൊണ്ട് ഒരു വിശ്വാസമുള്ളത് കൊണ്ട് അത് ചേലക്കരയ്ക്കകത്ത് 5000 വന്ന് നിന്നു. അപ്പോൾ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ജനം നോക്കി കണ്ടതല്ല 2024 കണ്ടത്. അതിലും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ 2024 തന്നെ ബൈ ഇലക്ഷനിലും കണ്ടത്. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിൽ ജനം അത് നല്ലപോലെ നോക്കിയാണ്. പക്ഷേ ഇടതുപക്ഷത്തെ കൈവിടാത്ത രീതി തന്നെയാണ് തുടർച്ചയായിട്ട് കൊണ്ടുവരുന്നത്.
ഭരണഘടനാ വിരുദ്ധതയിലായിട്ട് ഞാൻ ചേലക്കരയിൽ മാത്രം ഒന്നുകൂടി വ്യക്തമാക്കും. ചേലക്കരയിൽ മാത്രം എന്തുകൊണ്ടാണ് ഭരണ വിരുദ്ധമായിട്ട് ഞാൻ മറ്റുള്ളവരുണ്ടായിരുന്നു അങ്ങനെയൊന്ന് വിലയിരുത്തിയോ? പാലക്കാട് കൂടി വയനാട് കൂടി ചേലക്കരയിൽ ഒന്നില്ല. ഈവൻ ലോക്സഭയിലും എല്ലായിടത്തും തോറ്റപ്പോഴും ആലത്തൂർ മാത്രമാണ്. അപ്പൊ ആ ഒരു സെക്ടർ നോക്കിയാൽ ഒരു ജനറലി പൊളിറ്റിക്കലി വിലയിരുത്തുന്നതിനേക്കാളും ഒരു ഇൻഡിവിജ്വലായിട്ടും ഇമോഷണലായിട്ടും കാര്യങ്ങളെ നോക്കി കാണുന്ന ഒരു രീതി ഉണ്ടോ? ഇല്ല, നിങ്ങൾ നോക്ക്, നേരത്തെ ഉണ്ടായിരുന്ന ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അന്നും ഇതുപോലെ തന്നെയായിരുന്നു. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു കാലാവസ്ഥ നേരെ എതിരായിരുന്നു. അന്ന് ശ്രീ ആരിഫ് മാത്രമാണ് അന്ന് ജയിച്ചത്, ബാക്കിയെല്ലാം പോയി. പിന്നീട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ഇടതുപക്ഷത്തിനാണ് ഉണ്ടായത്. പക്ഷേ അതുപോലെ തന്നെ വീണ്ടും പാർലമെന്റിനകത്ത് വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതേപോലെ തന്നെ ഒരു അന്തരീക്ഷം തന്നെയാണ് വീണ്ടും ഉണ്ടായത്. എന്നാൽ അതുപോലെ തന്നെയാണ് ഒരു ഭരണവികാരമാണെന്ന് പറഞ്ഞ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ കാണാൻ കഴിയും. ഇവിടെ ജനം അങ്ങനെയാണെങ്കിൽ ചേലക്കരയ്ക്കകത്തും അതേപോലത്തെ വിധി എഴുതേണ്ടതായിരുന്നു. ചേലക്കരയിൽ 2016 കിട്ടിയേക്കാൾ കൂടുതൽ വോട്ടാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. അത് പാലക്കാടും ശ്രീ ഷരീറിന് കിട്ടിയ വോട്ട്, ഡോക്ടർ ഷരീറിന് കിട്ടിയ വോട്ട് അന്നത്തേക്കാൾ കുറച്ചും കൂടെ വെറുതെ ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് അപ്പാടെ അങ്ങനെ വെറുപ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഒരു ഗുഡ് സിഗ്നൽ തന്നെയല്ലേ അത്. എന്തായാലും ഇതിൻ്റെ കുറവുകൾ ഗവൺമെൻറ് പരിശോധിച്ച് ഇനി വരുന്ന നിയമസഭയ്ക്കുള്ളിൽ അത് വീണ്ടും നല്ല ശക്തമായി വരും എന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ. ചേലക്കരയെ സംബന്ധിച്ച് ഈ വികസനമായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി തെരഞ്ഞെടുപ്പുണ്ടായത്. LDF മറ്റു മുന്നണികൾ പറഞ്ഞതും വികസന വെടിപ്പിനെ കുറിച്ചൊക്കെയാണ്. ഇനിയുള്ളത് 1.5 വർഷമാണ്. 1.5 വർഷത്തിനുള്ളിൽ ആ പറഞ്ഞ വികസന തുടർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് വോട്ട് ചോദിച്ചത്. അത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും? സാധാരണ യുദ്ധത്തിനൊക്കെ കഴിഞ്ഞ മണ്ഡലങ്ങളിൽ ഭരിക്കുന്ന സർക്കാർ ഇഷ്ടംപോലെ ഇല്ല, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ഉള്ള സമയം വളരെ കുറച്ചുള്ളൂ. അതിനിടയ്ക്ക് 2 നോട്ടിഫിക്കേഷൻ കൂടെ വരാൻ സാധ്യതയുണ്ട്, വരുമല്ലോ. വന്നു കഴിഞ്ഞാൽ അതിൽ പ്രവർത്തിക്കാനുള്ള, സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സമയം വളരെ കുറച്ചായതുകൊണ്ട് വളരെ ഹാർഡ് വർക്ക് നടത്തേണ്ടതുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ധാരാളം വിഷയമുണ്ട്. ഇപ്പോൾ ചേലക്കരയ്ക്കകത്ത് നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അവിടെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. ഗ്രാമീണ റോഡുകൾ ജലജീവൻ്റെ ഭാഗമായി തകർക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് മുഴുമിച്ചിട്ടില്ല. പല വർക്കും മുഴുമിച്ചു. ഇന്ന് കുറേ റോഡുകൾ മുഴുമിക്കാണ്ട്. ആ മുഴുമിക്കേണ്ട റോഡുകളെല്ലാം ആദ്യമായി അതിലൊന്ന് ഇടപെട്ട് വേഗം ചെയ്യിക്കുക എന്നാണ് എന്നിലുള്ള ഉത്തരവാദിത്വം. അപ്പോൾ അത് വേഗത്തിൽ ചെയ്യാനും ഒപ്പം ഇപ്പോൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ ഒരു അവലോകനം നടത്തി വേഗത്തിലാക്കാനും, അത് കൊടുക്കാൻ പറ്റുന്ന ആളിന് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക. ഈ ചെറിയ സമയത്തുള്ള അത്തരം പണികളെല്ലാം ചെയ്യുക. അത് ഇത്ര സമയമുള്ളൂ എന്ന് നാടിനും അറിയാം, വോട്ടർമാർക്ക് എല്ലാവർക്കും അറിയാം. അതിൽ നമുക്ക് സമയം കളയാതെ ചെയ്യണ്ടോ എന്നാണ് ജനം ശ്രദ്ധിക്കുക. ആ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധിക്കും.